പാർട്ടി തീരുമാനം പാർട്ടിയെ അറിയിക്കും. പാർട്ടിയുടെ പ്രസിഡന്റ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സമയത്ത്, ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനം അറിയിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവും ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല കോൺഗ്രസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നൊക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും. ഇത്തരം ആരോപണം ഉയരുന്ന ഒരാൾ പാർട്ടിയുടെ ഭാഗമായിട്ട് തുടരണം. ഇപ്പോൾ സസ്പെൻഷൻ മാത്രമാണല്ലോ, പാർട്ടിയെ പൂർണ്ണമായിട്ട് പുറത്താക്കിയിട്ടില്ല. തുടരണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എൻ്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ പിന്നെ ഇപ്പോൾ എടുത്തുള്ള നടപടികളൊക്കെ APCC പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം. ആ പാർട്ടിയിൽ തന്നെ ഞാനിപ്പോഴും പ്രവർത്തിക്കുന്നത്. ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത്. പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുക? അതാണ് അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞത്. എൻ്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറേ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ അയാളും പാർട്ടിയും തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. പാർലമെൻ്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പക്കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളെ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ സമാനമായ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന CPM എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ്. നിങ്ങൾക്കും ചോദ്യമല്ലേ, ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ. അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി, അവരൊക്കെ എത്ര പേര് പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ എന്തായാലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അത് മറ്റു പാർട്ടി ചെയ്യുമെന്ന് പോലെയല്ല ഞങ്ങൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത്. അതിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. പക്ഷേ പാർട്ടി കൂടുതൽ നടപടിയിലേക്ക്, കടുത്ത നടപടിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? അല്ല, അത് പാർട്ടി ആലോചിക്കും. അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോ ഒരു പരാതി, ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിന് വന്നു. അദ്ദേഹം അത് അപ്പോൾ തന്നെ DGPക്ക് അത് ഫോർവേഡ് ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത. ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലും കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലും MV ഗോവിന്ദന്റെ കയ്യിലും ഇതുപോലെ എത്ര പരാതികളുണ്ട്? ഒരു പരാതി പോലും പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടില്ല. അവര് പാർട്ടി തന്നെ കോടതിയാക്കി, അവര് തന്നെ തീരുമാനമെടുത്തു. നിയമത്തിന്റെ മുന്നിലേക്ക് വിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്തത്. ഇനി ആ പരാതിയെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. കോൺഗ്രസിനകത്ത് വ്യക്തിപരമായ ആരും ഒരു തീരുമാനം എടുക്കില്ല. ഞങ്ങൾ കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം അക്കാര്യത്തിലെടുക്കും. പാർട്ടി എവിടെയാ പ്രതിരോധത്തിലായിരിക്കുന്നത്? പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലായിട്ടില്ല. പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല. പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായന്. ഉറപ്പായിട്ട് പാർട്ടി നടപടിയെടുത്തപ്പോ പാർട്ടി ഒരു പ്രതിരോധത്തിലുമില്ല. പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും. പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല. ഈ പാർട്ടിയെക്കുറിച്ച് അഭിമാനത്തോടെ ഞങ്ങൾക്ക്. ഇതുപോലെ ചെയ്തിരിക്കുന്ന ആരാണ്? കേരളത്തിലോ ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ അഭിമാനമുള്ള ഞങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ച്. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്. എങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സം പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ.
നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. See, that person was suspended from our party. So we have no other, we can't do anything for this matter. Anyway, we will give full cooperation to the police department. They should inquire about his, I think he is not in front. He's not here. That is a duty to police to catch him. An elected MLA absconding for more than a week now. No, he's not in our party now. Anyway, we have given party ticket to him. People was elected him, but he should not. His behavior was controversial, so it should be taken by the action by police. Our part, we had done our maximum punishment to him. So you talked with KPCC president, right? Yeah. So what is he saying right now? No, he told me this result. He also told me that I received the complaint, but there was no name of that woman. But he gave that complaint to DGP because woman complained against a party former MLA. That is our duty to give it to police department.